നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ലൈവ് ന്യൂസ് എത്തിക്കുന്നത്. ആദ്യം പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ എത്തുന്ന വാർത്തയിലേക്കാണ്. TP വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവർ കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. പ്രതികളെ ജില്ലാ ജയിലിലേക്ക് മാറ്റാൻ മാറാട് പ്രത്യേക കോടതിയുടെ ഉത്തരവുണ്ട്. 12ാം പ്രതി ജ്യോതി ബാബു ആംബുലൻസിൽ കോടതിയിലെത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കും. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥില, 25ാം തീയതി എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം എത്തിയിരുന്നത്. ഇപ്പോൾ ഈ രണ്ട് പ്രതികളും ഇവരെ വെറുതെ വിട്ട വിചാരണ കോടതി ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇവരെത്തുന്നു. പക്ഷേ രണ്ടുപേരും വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് അടുത്ത നടപടികൾ? ഹൈക്കോടതിയിൽ ഹാജരാകണം എന്നായിരുന്നു രണ്ട് പ്രതികളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് മുന്നേ മിഥില ബാലനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. TP വധക്കേസിലെ രണ്ട് പ്രതികൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിചാരണ കോടതി അവരെ വെറുതെ വിട്ടിരുന്നു. അവരെ വെറുതെ വിട്ട നടപടി തടഞ്ഞ് ഇരുവരും പ്രതികളാണെന്ന്, കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് 25ാം തീയതി മറ്റു പ്രതികൾക്കൊപ്പം തന്നെ ഹൈക്കോടതിയിൽ എല്ലാ പ്രതികളും ഹാജരാകാൻ ഉത്തരവിട്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ രണ്ട് പ്രതികളും ഹാജരായിരിക്കുന്നു. മാറാട് പ്രത്യേക കോടതിയിലാണ് ഹാജരായത്. അവരെ ജില്ലാ ജയിലിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്ന വിവരം. മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, അടുത്ത നടപടികൾ, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം ഉൾപ്പെടെ അത് ജയിലിൽ തന്നെ ഈ വൈദ്യസഹായം ലഭിക്കുമോ? അഭിഭാഷകൻ പറഞ്ഞ ആ ഒരു നിർദ്ദേശങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ അഭിഭാഷകൻ നമ്മളോട് പറഞ്ഞിരുന്നു. കൂടുതൽ എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് നൽകാനുള്ളത്? ഈ രണ്ട് പ്രതികളുടെയും വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാസം 26-ന് പ്രതികളോട് ഹൈക്കോടതിയിൽ ഹാജരാകണം എന്നായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ മാറാട് പ്രത്യേക കോടതി എന്ന് പറയുന്നത് TP കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായ ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെയാണ് പ്രതികൾ ഇപ്പോൾ ഹാജരായിട്ടുള്ളത്. രണ്ട് പ്രതികളാണ്, 10-12 പ്രതികളാണ്. KK കൃഷ്ണനും ഒപ്പം തന്നെ ജ്യോതി ബാബു. ഇവർ രണ്ടുപേരെയുമാണ് ഇപ്പോൾ കോടതിയിലേക്ക് മാറ്റാൻ ജയിലിലേക്ക് മാറ്റാൻ മാറാട് പ്രത്യേക കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൽ ജ്യോതി ബാബു എന്നത് കിഡ്നി സംബന്ധമായ അസുഖങ്ങളുണ്ട്, ദീർഘകാലമായി ചികിത്സയിലുള്ള ആളാണ്. കോടതിയിൽ ഹാജരാകേണ്ടത് കൊണ്ട് തന്നെ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഡിസ്ചാർജ് വാങ്ങിയാണ് പ്രതി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ മെഡിക്കൽ സഹായം എല്ലാം നൽകണമെന്ന ഒരു നിർദ്ദേശം കോടതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആ മെഡിക്കൽ സഹായം എന്നത് ഇപ്പോൾ ഇവിടെ നിന്നും മാറാട് പ്രത്യേക കോടതിയിൽ നിന്നും പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജില്ലാ ജയിലിലേക്ക് വിടാനാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ആ ജില്ലാ ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ നടപടികൾ പൂർത്തിയാക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ എനിക്കൊപ്പം ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തന്നെ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് ഈ കോടതി നടപടി ചോദിച്ചു നോക്കാം. സർ, എങ്ങനെയായിരുന്നു ഇന്നത്തെ കോടതി നടപടി? പ്രതികളുടെ ആരോഗ്യ കണ്ടീഷൻ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഇന്ന് മാറാട് സ്പെഷ്യൽ കോടതി മുമ്പാകെയാണ് രണ്ട് പ്രതികൾ ഹാജരായിട്ടുള്ളത്. സ്വാഭാവികമായും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പം പാലിച്ചു കഴിഞ്ഞു. പക്ഷേ അവർ ഗുരുതരമായ രോഗത്തിന് അടിമകളായതുകൊണ്ട് അവർ ആശുപത്രിയിൽ നിന്ന് നേരെ ബഹുമാനപ്പെട്ട കോടതിയുടെ കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടിയാണ് നേരിട്ട് ചികിത്സാരേഖ സഹിതം ഇവിടെ ഹാജരായിട്ടുള്ളത്. ജ്യോതി ബാബു ആംബുലൻസിൽ സ്ട്രെച്ചറിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. കോടതിയിൽ ഞങ്ങൾ ഈ കാര്യം സൂചിപ്പിച്ചു. അത് സംബന്ധിച്ച് ഹർജി നൽകി, രേഖകൾ നൽകി. അതിൻ്റെ വെളിച്ചത്തിൽ കോടതി മതിയായ ചികിത്സ നൽകാൻ വേണ്ടി കോടതി ഉത്തരവായിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലക്ക് കേരള ഹൈക്കോടതിയിൽ 26-ാം തീയതി 10:15 മണിക്ക് ഈ പ്രതികളെ അവിടെ ഹാജരാക്കും. അതിനു മുമ്പ് ചികിത്സ നൽകേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ അവർ നൽകണം എന്നുള്ളതാണ് നിർദ്ദേശം. ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ദീർഘകാലമായിട്ട് ജ്യോതി ബാബുവും ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. അവരുടെ അഭിഭാഷകനാണ് നമ്മളോട് സംസാരിച്ചത്. ഇരുവർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചികിത്സാ സഹായം ഉൾപ്പെടെ എത്തിക്കണമെന്ന ആവശ്യം, അഭ്യർത്ഥന അത് ഉന്നയിച്ചിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ അവരെ ജയിലിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മെഡിക്കൽ പരിശോധനകൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. മിഥില ബാലൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. നേമത്ത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിനെതിരെ ഗുരുതരമായ ആരോപണവുമായി മരിച്ച ഷമീറയുടെ കുടുംബം. മരണവിവരം നയാസ് മറച്ചുവച്ചു എന്ന് പിതാവ് ആരോപിക്കുന്നു. പോലീസ് വിളിക്കുമ്പോഴാണ് കുടുംബം മരണവിവരം അറിഞ്ഞതു തന്നെ. ഞങ്ങൾ അറിയാൻ കഴിഞ്ഞ മാസം അറിയുന്നത്
കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇറങ്ങി ഗർഭിണിയുന്നുള്ളത്. അത് അഞ്ചിനും വേണ്ട കല്യാണം ഉണ്ടായിരുന്നു 15 അപ്പോഴേ പറഞ്ഞു എങ്ങനെ ഗർഭിണിയുണ്ടായത് കാരണം വരാൻ പറ്റില്ല. 1 മാസമായിട്ട് ഇതിന് മുമ്പ് അങ്ങനെ അറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു നമുക്കറിയേണ്ട സംഗതി ഒരാൾ ഫോൺ വിളിച്ചെടുക്കില്ല മകള്. അപ്പം പിന്നെ ഫോൺ വിളിക്കില്ല. അങ്ങനെയൊക്കെ പ്രശ്നം. ഇവനെ വിളിച്ച് മിഞ്ഞാൽ 3-4 പ്രാവശ്യം വിളിച്ചു. അപ്പം പറഞ്ഞു ഭയങ്കര പണി ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം മതി. 7 മണിക്ക് വിളിച്ച് പറഞ്ഞു അങ്ങനെ മകൾക്ക് പ്രസവത്തിന് പ്രശ്നമാണ്, വണ്ടി വിളിച്ച് ഞാൻ വരുന്നത്. അപ്പോൾ 10 മണിക്ക് എറണാകുളത്ത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. വാർത്തയായിട്ട് ഇറങ്ങി. ഇത് മൂത്ത മകൻ, ഇത് രണ്ടാമത്തെ 3 വയസ്സായി. ഓപ്പറേഷൻ ചെയ്യുന്ന കൃഷിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പരിപാടിയില്ല. അതുപോലെ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിക്കാനാണ് പറഞ്ഞു. കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിക്കാനാണ് പറഞ്ഞു. നാട്ടിലോട്ട് നാട്ടിലോട്ടൊക്കെ എൻ്റെ ഭാര്യ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത്, ഞാൻ ഇഷ്ടം കൊണ്ടുപോകും, ഇതേ കൊണ്ടുപോകും ഞാൻ അത് പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, പരിഷ്കൃത സമൂഹത്തിന് അപമാനം എന്ന് പറയാം, തല കുനിഞ്ഞു പോകുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? പല പല വിഷയങ്ങൾ ഇതുപോലെ ഉണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും ഒരു മരണത്തിലേക്ക് നയിക്കുമ്പോഴാണ് ഇത് ഏറെ ചർച്ചയാകുന്നത് തന്നെ. ഇതിലെന്താണ് സംഭവിച്ചത്? സ്മിത, നയാസിനെതിരെ ഈ മരിച്ച ഷമീറ ബീവിയുടെ, പാലക്കാട് സ്വദേശിയാണ് ഷമീറ ബീവിയുടെ പിതാവ് മാത്രമല്ല നയാസിനെതിരെ, അതായത് ഈ ഷമീറ ബീവിയുടെ ഭർത്താവ്, രണ്ടാം ഭർത്താവായിട്ടുള്ള നയാസിന് എതിരെ ഷമീറ ബീവിയുടെ പിതാവ് മാത്രമല്ല പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അയൽക്കാർ, അതുപോലെ ആശാപ്രവർത്തകർ തുടങ്ങി പൊതുപ്രവർത്തകർ തുടങ്ങിയ നാട്ടുകാർ മുഴുവൻ ഇയാൾക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുകയാണ്. കാരണം ഷമീറ ബീവി 9 മാസം ഗർഭിണിയായിരുന്നു. ഇന്നലെയാണ് അവർക്ക് പ്രസവവേദന ഉണ്ടാകുന്നത്. നേമത്തെ പഴയ കരക്കാവണ്ടവത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഷമീറ ബീവി. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പ്രസവവേദന വരികയും തുടർന്ന് വീട്ടിൽ തന്നെ പ്രസവ ശുശ്രൂഷ നടത്തുകയുമായിരുന്നു. അതിനെ തുടർന്നാണ് ഇവർക്ക് അമിത രക്തസ്രാവം ഉണ്ടാവുകയും ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഷമീറ ബീവിയും നവജാത ശിശുവും മരിക്കുന്ന ഒരു സാഹചര്യം, ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ടായതും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷമീറ ബീവി ഈ ഗർഭസ്ഥ കാലയളവിലൊന്നും ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഭർത്താവായ നയാസ് സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് ഇവർക്ക് വേണ്ട ആവശ്യമായ ആധുനിക ചികിത്സ ഇയാൾ നിഷേധിച്ചു എന്നുള്ളതാണ് ഈ പരിഷ്കൃത സമൂഹത്തിൽ ഏറ്റവും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. പലവിധമായ കാര്യങ്ങൾ, ഒന്ന് അയൽക്കാർ പോലും ഇവരുമായി വലിയ രീതിയിൽ ബന്ധമുണ്ടായിരുന്നില്ല. നയാസ് തന്നെ ആ വീട്ടിലേക്ക് വരുന്നത് ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമായിരുന്നു. ഇയാളുടെ യഥാർത്ഥ വീട് പൂന്തുറയാണ്. പൂന്തുറ ഇയാൾക്ക് മറ്റൊരു ഭാര്യയും കുടുംബവുമുണ്ട്. അവിടെ നിന്ന് വല്ലപ്പോഴുമാണ് ഇയാൾ ഇവിടേക്ക് വരുന്നത്. ഇവിടേക്ക് വന്നിരുന്നാൽ പോലും ഇവരെ മറ്റുള്ളവരുമായി ഇടപഴകാൻ പോലും ഇയാൾ അനുവദിച്ചിരുന്നില്ല. പക്ഷേ ഇയാൾ ഉപേക്ഷിച്ചു പോകും എന്നുള്ളത് കൊണ്ട് ഈ നയാസ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഷമീറ അനുസരിക്കുകയായിരുന്നു. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഈ അങ്കണവാടി ജീവനക്കാർ, അങ്കണവാടി പ്രവർത്തകർ ഇവരുടെ വീട്ടിലേക്ക് എത്തി ഈ ഗർഭസ്ഥാവസ്ഥയിൽ നൽകേണ്ട ശുശ്രൂഷകളെ പറ്റിയും മറ്റുമൊക്കെ ഇവരോട് സംസാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും തങ്ങൾക്ക് വേണ്ട, അതിലൊന്നും ഭർത്താവിന് താല്പര്യമില്ല എന്ന വിവരമാണ് ഷമീറ ബീവി ഇവരോട് അറിയിച്ചിരുന്നത്. തുടർന്ന് ഏറ്റവും ഒടുവിൽ ഇവർക്ക് ചികിത്സ നിഷേധിക്കുകയും ചെയ്തു. വീട്ടിൽ ദാരുണമായ സംഭവം ഉണ്ടാവുകയും ചെയ്തു. എന്നാണെങ്കിലും ഇയാൾക്കെതിരെ, ഈ നയാസിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിയമം പോലീസ് സ്റ്റേഷൻ ഷമീറയുടെ ഭർത്താവിനെതിരെ ഇപ്പോൾ കേസ്, നയാസിനെതിരെയാണ് ഇപ്പോൾ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുള്ളത്. മരണവിവരം നയാസ് മറച്ചുവെച്ചെന്ന് പിതാവ് ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ആശാവർക്കർമാർ ഉൾപ്പെടെ അയാൾക്കെതിരെയുള്ള മൊഴികൾ നൽകുന്നുണ്ട്. പോലീസ് വിളിക്കുമ്പോഴാണ് കുടുംബം തന്നെ ഈ മരണവിവരം അറിഞ്ഞതും. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്. ദുഃഖകരമായ വാർത്തയാണ്, അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഗർഭിണി ആയതു മുതൽ ചികിത്സ നിഷേധിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അത് വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്, വീഴ്ച തന്നെയാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗുരുവായൂർ ഉത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന ആനയോട്ടത്തിൽ ഗോപി കണ്ണൻ ഒന്നാമതെത്തി. ആനക്കോട്ടയിലെ ദേവദാസ്, രവികൃഷ്ണൻ, ഗോപി കണ്ണൻ എന്നീ ആനകൾ ആനയോട്ടത്തിൽ പങ്കെടുത്തു. സുരേഷ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ആനയോട്ടം എന്നുള്ളത് ഗുരുവായൂർക്കാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഈ വിശ്വാസികൾക്ക് അതൊരു കൗതുക കാഴ്ചയാണ്. ആനപ്രേമികൾക്ക് അത് മറ്റൊരു തരത്തിലാണ് എടുക്കുക. ഇതിപ്പോൾ രസകരമായിരുന്നിട്ടുണ്ടാവുമെന്നറിയാം. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു സാധനമാണ് ആനകളെ സംബന്ധിച്ച്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിലയിരുത്തലല്ലേ? സ്മിത, എന്തായാലും ഒരു വെല്ലുവിളിയോ ആശങ്കയോ ഒന്നും ഉണ്ടായില്ല. വളരെ രസകരമായി ആനകളെല്ലാം തന്നെ ഈ ആനയോട്ടത്തിൽ പങ്കെടുത്ത് ഓടിയെത്തി. ഈ ആനക്കോട്ടയിലെ തന്നെ ഗോപി കണ്ണനാണ് ഒന്നാമത് ഓടിയെത്തിയത്. മറ്റ് ആനകളെല്ലാം ഉണ്ടായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, ഈ 10 ആനകളെയാണ് ഈ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് ഇത്തവണ മത്സരിപ്പിച്ചത്. കാരണം ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായെല്ലാം ഈ എണ്ണം കുറച്ചു. പിന്നീട് വീണ്ടും ഒരു നറുക്കെടുപ്പ് നടത്തി. അതിൽ 5 ആനകളെ തെരഞ്ഞെടുത്തു. അതിൽ 3 എണ്ണം മാത്രമാണ് ആദ്യം മുന്നിലോടാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത്. അതിൽ 3 ആനകളിൽപ്പെട്ട ആളാണ് ഈ ഗോപി കണ്ണൻ. അതുപോലെ
തന്നെ രവികൃഷ്ണൻ, ദേവദാസ് എന്നീ ആനകളാണ് ഒപ്പം ഓടി തുടങ്ങിയത്. പക്ഷേ ഇതിനൊപ്പം തന്നെ 2 ആനകളെ കരുതലിന് നിർത്തിയിരുന്നു. ദേവി, ചെന്താമരാക്ഷൻ എന്നീ 2 ആനകൾ. ഇതിൽ ദേവിയൊക്കെ ഓടി 2ാം സ്ഥാനത്തെത്തുന്ന ഒരു കാഴ്ച അത് ഏറെ കൗതുകമുണർത്തുന്നതായിരുന്നു. അങ്ങനെ 10 ആനകൾ അണിനിരന്നുള്ള കൗതുക കാഴ്ച. എന്തായാലും ഗോപികണ്ണൻ ഇപ്പോൾ ഈ അമ്പലത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. മറ്റ് ആനകളെല്ലാം വന്ന് കണ്ണനെ വണങ്ങിയ ശേഷം ഇതിലൂടെ തന്നെ പുറത്തേക്ക്, അതായത് തെക്കേ നടയിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഈ നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുവായൂരിലെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇനിയും ഈ ആനയോട്ടത്തിൽ തുടങ്ങി മാർച്ച് 1 നടക്കുന്ന ആറാട്ടോടു കൂടിയാണ് ഈ ഉത്സവങ്ങൾക്ക് സമാപനമാവുക. എന്തായാലും നമ്മുടെ കൂടെ ദേവസ്വം ബോർഡ് അംഗം കൂടി ചേരുകയാണ്. ഗോപികണ്ണനാണ് എന്തായാലും 1ാം സ്ഥാനത്ത്. ഇന്ന് ഗോപികണ്ണനാണ് 1ാം സ്ഥാനത്തെത്തിയത്. 2001 നടയിരുത്തിയ ആനയാണ് ഗോപികണ്ണൻ. നന്ദിലത്ത് ഗ്രൂപ്പാണ് ഈ ആനയെ നടയിരുത്തിയത്. 2ാം സ്ഥാനത്ത് വന്നത് ദേവിയാണ്. ചരിത്രപരമായി ഈ ആനയോട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഇതാണ് ഇന്നിവിടെ നടന്നത്. തന്നെയാണ് വലിയ ആഘോഷങ്ങളിലേക്ക് പോകും. വൈകുന്നേരമാണ് ഈ കൊടിയേറ്റുള്ളത്. വൈകുന്നേരത്തെ കൊടിയേറ്റോടു കൂടി ഉത്സവം അതിന്റെ ആഘോഷ തിമിർപ്പിലേക്ക് കടക്കും. സ്മിത, ശരി. നിരവധി ഭക്തരും ആനയോട്ടത്തിൽ അവിടെ കാണാനും അതോടൊപ്പം മത്സരത്തിൽ പങ്കെടുത്ത് ഓടുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. വളരെ കൗതുകകരമായൊരു കാഴ്ച. കൊച്ചി ഗാന്ധിനഗർ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രവർത്തകർ ഷോപ്പ് ഉപരോധിക്കുന്നു. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഇത് എന്താണ് ഈ പ്രതിഷേധത്തിന്റെ കാരണം? ഇവർ ഷോപ്പ് ഉപരോധിക്കുന്നതിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? സപ്ലൈകോയുടെ മാനേജിംഗ് ഡയറക്ടർ ഇറക്കിയ ഒരു സർക്കുലറാണ് യൂത്ത് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത്. സപ്ലൈകോ ഔട്ട്ലെറ്റിനുള്ളിൽ കടന്ന വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയോ സാധനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വിടുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു ആ സർക്കുലർ. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. കേരളത്തിലെ ഏറ്റവും വലിയ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റാണ് ഗാന്ധിനഗറിലുള്ളത്. അവിടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നു കയറിയത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപനത്തിന് മുന്നിൽ, ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. നിലവിൽ പോലീസ് എത്തി അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട്. സ്ഥാപനത്തിന്റെ അകത്തേക്ക് കയറും, സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്ന് ജനങ്ങളെ വീഡിയോ എടുത്ത് തന്നെ ബോധ്യപ്പെടുത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിരുന്നു. ഇതോടെ സപ്ലൈകോ മാർക്കറ്റിന്റെ ഷട്ടർ അടച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെയും അകത്ത് കയറി വീഡിയോ എടുത്ത് സാധനങ്ങൾ ഇല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും സമരം തുടരുകയാണ്. കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. സമരക്കാർ എത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇവിടെ ഇല്ലായിരുന്നു. ഇതോടെയാണ് സപ്ലൈകോയുടെ അകത്തേക്ക്, ഹൈപ്പർ മാർക്കറ്റിന്റെ വാതിക്കലേക്ക് പ്രതിഷേധക്കാർക്ക് കടന്നു കയറാൻ സാധിച്ചത്. ഇപ്പോൾ നിലവിൽ കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിലവിൽ സമരം അതിന്റെ മുന്നിൽ തുടരുകയാണ്. ശരി. കൊച്ചി ഗാന്ധിനഗർ സപ്ലൈകോ ഔട്ട്ലെറ്റിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രവർത്തകർ ഷോപ്പ് ഉപരോധിക്കുകയാണ്. ഷോപ്പിനകത്ത് ദൃശ്യങ്ങൾ പകർത്താൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുള്ള സർക്കുലറിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ നടപടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നത്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കർഷക സമരത്തിൽ സംഘർഷം തുടരുന്നതിനിടെ ക്രമസമാധാനം പാലിക്കാൻ പഞ്ചാബ് സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്ത്. കർഷക പ്രതിഷേധത്തിന്റെ മറവിൽ ക്രമസമാധാനം തകർക്കുന്നത് തടയാൻ അടിയന്തര അവലോകന യോഗം ചേർന്ന് കർശന നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് നടക്കുന്നതിന് തൊട്ടുമുൻപായി കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്ര സർക്കാർ താങ്ങുവില ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യങ്ങളിലും ചർച്ച നടത്താം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം. ശംഭു അതിർത്തിയിൽ വൻ സംഘർഷം നടക്കുന്നു. കർഷകർക്ക് നേരെ കണ്ണീർ വാതക പ്രയോഗവും പോലീസ് നടത്തി. Precaution is only this: we are with naked hand. We have nothing weapon, and this is our right to protest. First of all, we are demanding the MSP which was granted by Prime Minister to us. Please make me Prime Minister. I will give you a MSP and you will all are Karz Mukt. You will have to free debt. Our only request to Prime Minister is this: please give us a way to Delhi to protest and give us a place where we sit peacefully and raise our voice for our demands. You will see, you are here when we will go to Delhi, you will see without JCB only men will go there with naked hands. ബൽറാം നെടുങ്ങാടിയും ആറച്ചുതനും ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, ഇപ്പോൾ കർഷകർ പറയുന്നത് വളരെ സമാധാനപരമായിട്ട് ട്രാക്ടറോ JCBയോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോ അവർ ഡൽഹിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകില്ല. സമരം പ്രതിഷേധം തുടരുമ്പോൾ സമാധാനപരമായ ഒരു പ്രതിഷേധം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അത് കൃത്യമായി തന്നെ നടപ്പാക്കണം, ആ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം. എന്നാൽ പലവട്ടം നടത്തിയ ചർച്ചകൾ പരാജയപ്പെടുമ്പോഴും ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കർഷകർ, അല്ലേ?
സ്മിത, കർഷകർ തങ്ങളുടെ ആവശ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഏത് ഘട്ടത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ സർക്കാർ ഏറ്റവും ഒടുവിൽ ചർച്ചയ്ക്ക് വിളിച്ച ഘട്ടത്തിലും കർഷകർ വ്യക്തമാക്കുന്നത് അവർ ഈ കർഷക സംഘടനകൾ തമ്മിൽ ഒരു കൂടിയാലോചന നടത്തിയ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം എപ്പോൾ എവിടെ എന്ന കാര്യങ്ങൾ അറിയിക്കാം എന്നുള്ളതാണ്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിരോധം തന്നെയാണ് ഈ കർഷക പ്രക്ഷോഭത്തിനെ നേരിടാനായി ഒരുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് സിംഗു അതിർത്തിയിലാണ്, ഹരിയാന ഡൽഹി അതിർത്തിയിൽ. ഇവിടെ നമുക്ക് കാണാം വലിയ തോതിലുള്ള പോലീസ് വിന്യാസം ഇവിടെയുണ്ട്. ഡൽഹി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി DCP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇവിടെ എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സേനയെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും ഉൾപ്പെടെ ഈ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നു. കർഷകരെ തടയാനുള്ള വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ഥിരമായ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉൾപ്പെടെ മതിൽ തന്നെ ഒരു കോട്ട തന്നെ തീർത്തിരിക്കുകയാണ് പോലീസ് പ്രതിരോധത്തിന്റെ. ഈ നിലവിലിപ്പോൾ എന്നാൽ കർഷകർ തമ്പടിച്ചിരിക്കുന്നത് ശംഭു അതിർത്തിയിലാണ്. അവിടെ വീണ്ടും തുടർച്ചയായി സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് തന്നെ 3 ഘട്ടങ്ങളിലായി കർഷകർക്ക് നേരെ കണ്ണീർവാതക ഗ്രനേഡുകൾ ശംഭു അതിർത്തിയിൽ പ്രയോഗിച്ചു. അതും ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കണ്ണീർവാതക ഗ്രനേഡുകൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിനെ മറികടക്കാനുള്ള പ്രതിരോധവും കർഷകർ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കർശനമായ നിർദ്ദേശം ഈ JCB ബുൾഡോസറുകൾ ഉൾപ്പെടെയുള്ളവ കർഷകർക്കൊപ്പം ചേരുന്നതിനെതിരെ ഹരിയാന പോലീസ് നൽകിയിരിക്കുന്നു. കടുത്ത നടപടികൾ എടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ പഞ്ചാബ് പോലീസ് സർക്കാരിന് കേന്ദ്ര സർക്കാർ കത്തയച്ചിട്ടുണ്ട്. ഈ കർഷകർക്ക് ഇത്തരത്തിൽ ഒത്തൊരുമിക്കാനും സമരം സംഘടിപ്പിക്കാനും ഉള്ള സാഹചര്യം ഒരുക്കുന്നതിനെതിരെയാണ്. അതെ ബൽറാം, ഈ രീതിയിലാണ് കർഷകരുടെ ഒരു സമരം പ്രതിഷേധം അത് മുന്നോട്ട് പോകുന്നത്. ഇന്ന് സംഘർഷമുണ്ടായ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു. പക്ഷേ തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്ന ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കർഷകർ. അതേസമയം കേന്ദ്ര സർക്കാർ വീണ്ടും കർഷകരെ ചർച്ചയ്ക്ക് വിളിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. അച്യുതനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, ഈ പലവട്ടം നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ പുതുതായി ഒരു ചർച്ചയിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? കാരണം വിളകൾക്ക് താങ്ങുവില, അതുകൂടാതെ കർഷകർക്കെതിരായ കേസുകൾ പിൻവലിക്കണം, ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾക്ക് അതിനൊരു അനുനയ ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? സ്മിത, ഈ ആദ്യ കർഷക സമരം അവസാനിപ്പിക്കുന്നത് തന്നെ കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് അംഗീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ്. പക്ഷേ വർഷം ഇത്രയും കഴിഞ്ഞിട്ടും അതിലൊന്നും തന്നെ ഒരു തീർപ്പുമുണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു ഈ രണ്ടാമത്തെ കർഷക സമരം. പൊതുവെ ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും ചർച്ച നടത്താമെന്നാണ് ഇന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെ അറിയിച്ചിരിക്കുന്നത്. താങ്ങുവില, അതുപോലെ തന്നെ ഈ FIR-കൾ റദ്ദാക്കണം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താം. സമാധാനവും പ്രശ്നപരിഹാരവുമാണ് സർക്കാരിന് മുൻഗണന എന്നുകൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴും വിലയിരുത്തേണ്ടത് ഈ കഴിഞ്ഞ 4 ചർച്ചകൾ ഇതേ വിഷയത്തിൽ നടത്തിയ 4 ചർച്ചകളിൽ ഒരു സമവായത്തിലേക്ക് എത്തുവാനും കഴിഞ്ഞിരുന്നില്ല. ആ ചർച്ചകളെല്ലാം പൂർണ്ണ പരാജയമാണ് കണ്ടത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഇന്ന് കർഷകർ വീണ്ടും സമരവുമായി ഇറങ്ങിത്തിരിച്ച ഘട്ടത്തിൽ കൂടുതൽ കേന്ദ്രം സമ്മർദ്ദത്തിലാവുകയും ഇപ്പോൾ 5ാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടി ഒരു വഴി കേന്ദ്രം തുറന്നിരിക്കുന്നത്. സ്മിത, അച്യുതനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.